ഉണ്ടാക്കി. തീരല്ലേ വെള്ളം. കണ്ണെല്ലാം പറ്റും, നനയാൻ പറ്റില്ല. അതിന്റെ മോളിൽ ഇങ്ങോട്ട് ഇറങ്ങി അതിന്റെ പൊട്ടി വീട് കഴിഞ്ഞാലേ
കാറ് ആടുന്നുണ്ട്. യൂണിഫോമില്ല. What is the
നേട്ടങ്ങളില്ലാത്ത സമരങ്ങളില്ല, സമരങ്ങളില്ലാത്ത നേട്ടങ്ങളില്ല, സമരങ്ങളില്ലാത്ത നേട്ടങ്ങളില്ല, നേട്ടങ്ങളില്ലാതെ പിന്മാറ്റമില്ല, നേട്ടങ്ങളില്ലാതെ പിന്മാറ്റമില്ല, നേട്ടങ്ങളില്ലാതെ പിന്മാറ്റമില്ല. ജയ് കോൺഗ്രസ്, ജയ് കോൺഗ്രസ്, ജയ് കോൺഗ്രസ്. വിജി നിങ്ങള് ഇന്ന് പോരട്ടോ.
പോയില്ലല്ലേ? ഞാൻ കണ്ടില്ല. ഇല്ലേ മുമ്പില് ഞാനല്ലേ നേരം എവിടെ പോയി? അപ്പുറത്തെ പോയി സമയം പിടിച്ചേക്ക് പിടിച്ചേക്ക് പോലീസ് സമ്മതിക്കില്ല. ഇല്ല ബിന്ദി കയറി അമ്മാനമാടാൻ കോൺഗ്രസുകാർക്ക് കഴിയുമെന്ന് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രവർത്തകർ അവിടെ അക്രമം ഉണ്ടാക്കരുത് പ്ലീസ്. ഇവിടെ ഇരുന്ന് അറസ്റ്റ് വരിക്കണം, ഇവിടെ ഇരുന്ന് അറസ്റ്റ് വരിക്കണം പ്ലീസ്. മണി അവിടെ എല്ലാവരും അറസ്റ്റ് വരിക്കണം. ഇവിടെ ഇരുന്ന് KPC രാഷ്ട്രീയ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ ഉജ്ജ്വലമായ സമരം
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്ത്യം കുറിക്കുന്നത് വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു കാര്യം പറഞ്ഞേ, അക്രമ സമരമല്ല, അക്രമ സമരമല്ല, പ്രവർത്തകർ പിന്മാറും. അക്രമ സമരമല്ല, അക്രമ സമരമല്ല. പ്ലീസ് ഇരുന്ന് അറസ്റ്റ് വരിക്കണം. ദിനേഷ് ബാബു അറസ്റ്റ് വരിക്കണം, ഇരുന്ന് അറസ്റ്റ് വരിക്കണം. അറസ്റ്റ് വരിക്കണം. എന്നോട് കളിക്കുന്നത് സംസാരിക്കും. നമ്മുടെ പ്രവർത്തകർ കേൾക്കണം, അനുസരണ ഉണ്ടാവണം. ഇന്ന് അറസ്റ്റ് വരിക്കേണ്ടതാണ്, ഇവിടെ ഇരുന്ന് അറസ്റ്റ് വരിക്കും. അക്രമം ഉണ്ടാക്കരുത്. KCM സംസാരിക്കും. KCM അധ്യക്ഷൻ ശ്രീ പ്രവീൺ, APCCയുടെ നേതാക്കളായ ശ്രീ N സുബ്രഹ്മണ്യൻ, നാരായണൻ, എല്ലാവരും നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിക്കണം. ഇന്ന് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ എല്ലാം തന്നെ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. അവരെയാണെന്ന് ഡ്യൂട്ടിക്ക് നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് ഏറ്റുമുട്ടുവാൻ, സമാധാന ഭംഗമുണ്ടാക്കുവാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനും തയ്യാറാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി, ഈ സമരം നടത്തുന്ന നേതാക്കൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുണ്ട്. ആ ബാരിക്കേഡിൽ കയറി അത് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകന്മാർ ദയവ് ചെയ്ത് ആ ശ്രമം ഉപേക്ഷിക്കണം. ഈ സമരം കുറെ സമയമെടുക്കും, അറസ്റ്റ് വരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ പരിപാടിയിലാണ് പങ്കെടുക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. നമ്മുടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് കോഴിയെ തലവെട്ടുന്നത് പോലെ സഹകരണ സ്ഥാപനങ്ങൾ ഭരണം ഉപയോഗിച്ച് ഓരോന്നോരോന്നായി പിടിച്ചെടുക്കുവാനുള്ള ശ്രമം ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുകയാണ്. സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് അവസാനത്തെ അത്തയ്യാത്തിലാണ് ഇരിക്കുന്നത്. ഈ സർക്കാരിന് ദീർഘായുഷില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ കണ്ട് അവർക്ക് താളം പിടിക്കുന്ന പോലീസുകാരോട് അനീതിക്കും അധർമ്മത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുക. ഈ സമരത്തിൽ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ബാലാജി എല്ലാവരും ഇരിക്കണോ? എല്ലാവരും ഇരിക്കണോ? വളരെയധികം ശാന്തമായി നടക്കുന്ന നമ്മൾ പോലീസ് ആക്രമിക്കേണ്ട സമരമല്ലത്. നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ ശക്തമായ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഈ കമ്മീഷൻ ഓഫീസ് സമയം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരമായ പോരാട്ടം നടത്തിയ നമ്മുടെ ധീര ദേശാഭിമാനികൾ ഈ രാജ്യത്തുണ്ടാക്കിയ ജനാധിപത്യവും മതേതരത്വവും ആ സംരക്ഷിക്കുക എന്നുള്ള ഉത്തമ ബോധം ഈ രാജ്യത്തിലെ സഹകരണ ബാങ്കുകളെ അട്ടിമറിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റിനെതിരെയുള്ള പോലീസ് തീവ്രവാദിക്കെതിരെയുള്ള ശക്തമായ ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് നിൽക്കുന്നു. KM അഭിജിത്ത് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരു കാര്യം കോഴിക്കോട്ടെ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കോഴിക്കോട്ടെ കോൺഗ്രസുകാരെന്ന് നെഞ്ചു വിരിച്ചു നിന്നാൽ തീരാവുന്ന ശൗര്യമേ അന്നത്തെ DGP എഴുതി കൊടുത്തു, ലോ ആൻഡ് ഓർഡറിൽ ഇനി ഈ മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ല, ലോ ആൻഡ് ഓർഡർ ഉണ്ടാവാൻ പാടില്ല. അന്ന് എഴുതി കൊടുത്തു പോയ ചങ്ങാതി പിന്നെ തിരിച്ചു വന്നത് കോഴിക്കോട് മലപ്പുറത്തെ CI. പ്ലീസ് മാധ്യമപ്രവർത്തകരോട് പറയരുത്. മാധ്യമപ്രവർത്തകർ
പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രവർത്തകർ പറയുന്നുണ്ട്. മതി പ്ലീസ് പ്ലീസ്. പ്രിയമുള്ളവരെ, ഈ ജനാധിപത്യ നാലാം തൂണുകളായ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടാവണം. അവർക്കുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്ത് മതിയാകൂ. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഉമേഷ് നാരായണനെന്ന കമ്മീഷണർക്ക് DCC പ്രസിഡന്റ് ഞാനും MP യും പോയി. ഒരു പരിഹാസ ചിരിയായിരുന്നു അദ്ദേഹത്തിന്. ഞങ്ങൾ കൊടുത്തത് KPCC പ്രസിഡന്റ് K സുധാകരന്റെ സർക്കുലർ അല്ല, നിങ്ങളും ഞാനും ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡറാണ് ഞങ്ങൾ കൊണ്ടുകൊടുത്തത്. ഞാനിങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് കോഴിക്കോട് പേമാരിക്ക് തുല്യമായ മഴയാണെന്ന്. ഞാൻ കരുതി ഈ പരിപാടി മാറ്റിവെക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഒരു പേമാരിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ജനരോക്ഷമാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ഉള്ളിൽ. പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരെയും കരുക്കളാക്കി ജനാധിപത്യത്തെ കൊല ചെയ്യാമെന്ന് CPM ഭരണകൂടവും വിചാരിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ത്രാണി കോഴിക്കോടത്തെ കോൺഗ്രസിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പരിപാടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. DCC പ്രസിഡന്റ് പ്രവീൺ ഇവിടെ പറഞ്ഞു. എന്താണ്, ചേവായൂർ ബാങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കണമായിരുന്നു. അതിനെ അട്ടിമറിക്കാൻ സർക്കാരും ഡിപ്പാർട്ട്മെന്റും പോലീസും ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് അത് അവർ പിടിച്ചടക്കിയത്. ഹൈക്കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജനാധിപത്യപരമായ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംരക്ഷണം കൊടുക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അവിടെയാണ് ഈ പോലീസ് കൂടി നോക്കുകുത്തികളായി നിന്നുകൊണ്ട് ഗുണ്ടകൾക്ക്, ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തത്. 5000-ഓളം യഥാർത്ഥ വോട്ടർമാർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് മടങ്ങി വേണ്ടി വന്നത്. അവിടെ സ്ഥാനാർത്ഥികളെ, പ്രവർത്തകരെ, നേതാക്കന്മാരെ CPM ഇറക്കിയ ക്രിമിനലുകൾ, ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ നോക്കി നിന്ന പോലീസാണ് ഇവിടെ എന്നുള്ളതാണ് വളരെ രൂക്ഷമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഇവിടെ പറയാൻ ഇടയായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു. സഹകരണ മേഖല അപകടത്തിലൂടെ പോകുന്ന സമയമാണ്. കരുവന്നൂരിൽ, കണ്ടളയിൽ ഉൾപ്പെടെയുള്ള നിരവധി ബാങ്കുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് ആളുകൾ നിക്ഷേപങ്ങൾ പിൻവലിക്കുക. ഗവൺമെന്റ് പറഞ്ഞു, സഹകരണ രംഗത്ത് നമുക്ക് സൗഹാർദ്ദം വേണം, സഹകരണം വേണം, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. കരുവന്നൂരിലെയും കണ്ടളയിലെയും പ്രശ്നങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സംസ്ഥാനം മുഴുവൻ ആളിക്കത്തിക്കാമായിരുന്നു. എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ എന്താണ് ആവശ്യത്തിനുള്ള പോലും ആ പ്രതിഷേധം കാണിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു, 2-3 ബാങ്കുകളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി കേരളത്തിലെ സഹകരണ മേഖല തകർക്കാൻ പാടില്ല. പാവപ്പെട്ടവന്റെ പണമാണ് അവിടെ കിടക്കുന്നത്. സ്ഥലം വിറ്റവന്റെ പണം, മകളെ വിവാഹം കഴിപ്പിക്കാൻ നിക്ഷേപിച്ചിരിക്കുന്ന പണം, ഒരു വീട് പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പണം, പെൻഷൻ കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിറ്റിരിക്കുന്ന പണം, ഇതെല്ലാമാണ് സഹകരണ ബാങ്കുകളിൽ ഉള്ളത്. വിശ്വാസത്തിന്റെ പേരിലാണ് അവിടെ പണം ഇട്ടിരിക്കുന്നത്. അത് ബാങ്കുകൾ തകർന്നാൽ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ, ഇടത്തരക്കാരായ മനുഷ്യർ, അവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചാമ്പലായി പോകും. നമ്മൾ അതുകൊണ്ട് അതിനെ അപകടത്തിലാക്കാതെ അതിനെ സംരക്ഷിക്കാൻ, ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങൾക്കും സർക്കാരിനെ പല രീതിയിലുള്ള പിന്തുണയും ഞങ്ങൾ ഈ അവസരത്തിൽ കൊടുത്തു. പക്ഷെ ഈ ഗവൺമെന്റ്, യാതൊരുവിധ ജനാധിപത്യ ബോധവുമില്ലാത്ത ഈ ഗവൺമെന്റ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന്, UDFന്റെ കയ്യിൽ നിന്ന് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 21 ബാങ്കുകളാണ് കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും CPM പിടിച്ചെടുത്തത്.
ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി 30 ബസ്സുകളുമായി നിരവധി ക്രിമിനലുകളുമായി ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തും. പോലീസ് നോക്കി നിൽക്കും, ബാങ്കുകൾ പിടിച്ചെടുക്കും. അവിടെ SFIക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ, മയക്കുമരുന്ന് കേസിലെ പ്രതിയെ, പത്തനംതിട്ടയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളെ ആരോഗ്യമന്ത്രി വീണ ജോർജും CPM ജില്ലാ സെക്രട്ടറിയും മാലയിട്ട് സ്വീകരിച്ചു. പത്തനംതിട്ടയിലെ അറിയപ്പെടുന്ന ഗുണ്ടകൾ നടു റോഡിൽ ജംഗ്ഷനിൽ അവർ ബർത്ത്ഡേ പാർട്ടി നടത്തി. ഈ പോലീസ് അതെല്ലാം നോക്കി നിന്നു. അവരാണ് അക്രമം കാണിച്ചത്. ഏറ്റവും അവസാനം തുമ്പമൺ ബാങ്ക് പിടിച്ചെടുത്തപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി. ഞങ്ങൾ പറഞ്ഞു, ഇവിടെ അവസാനിപ്പിക്കണം. ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ബാങ്കുകളിൽ നിന്ന് ഞങ്ങളുടെ അനുഭാവികളാണ് 75% ആളുകൾ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഞങ്ങളൊന്ന് കണ്ണടച്ചാൽ അവർ ഈ പണം നിക്ഷേപം പിൻവലിക്കും. ഞങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിരവധി ബാങ്കുകളിൽ നിന്ന് 100 കണക്കിന് കോടി രൂപ UDF അനുഭാവികളായ ആളുകൾ ആ പണം പിൻവലിച്ചു. ഇപ്പോ ഒരു കുഴപ്പമില്ല. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 3 ബാങ്കുകളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് UDF ആ ബാങ്കുകൾ നിലനിർത്തി. ഞങ്ങൾ ഇവിടെ പറയുന്നു, CPM ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ സഹകരണ മന്ത്രിയോടും ഞങ്ങൾ പറയുന്നു, ഈ ചേവായൂരിൽ നടത്തിയ സംഭവം ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ഞങ്ങൾ പൂർണ്ണമായി പിൻവലിക്കും. പിന്നെ ആ ബാങ്ക് ഉണ്ടാവില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പക്ഷെ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത്. മാലപ്പടക്കം പൊട്ടുന്നത് പോലെ കേരളത്തിലെ ബാങ്കുകൾ തകർന്നു വീഴും. അതിന്റെ കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു സഹകരണ മേഖലയിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള പിന്തുണയും ഈ സർക്കാരിന് തരില്ല. ചേവായൂരിൽ ഈ കൃത്രിമ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ആളുകളെ രാജിവെപ്പിക്കണം. അവരെ മാറ്റി നിർത്തണം. അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കണം. സുപ്രീം കോടതിയിൽ വരെ പോയാലും ഞങ്ങൾ ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും. ഈ ബാങ്ക് ഞങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നതിന് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ വലിയ ഭീഷണിയൊന്നും പെടുത്തുന്നില്ല, പക്ഷെ നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത്രയും മതിയല്ലോ. ഇനി ഇതുപോലെ തോന്നിയാസം കാണിച്ചാൽ, സ്വന്തം ഉത്തരവാദിത്വം മറന്നു പെരുമാറിയാൽ ഇതായിരിക്കില്ല സമരരീതി എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങളെ ഇങ്ങനെ വന്ന് മര്യാദയ്ക്ക് CPMന്റെ അടുക്കള പണി ചെയ്യുന്നെങ്കിൽ അത് ചെയ്തോയിക്കോ. ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ പറ്റും. ഞങ്ങളുടെ മെക്കിട്ട് ഇതാണ് പോലീസിന്റെ പരിപാടിയെങ്കിൽ ഞങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറ്. ഒരു അംശം വേണ്ട. ഞങ്ങൾ ആയിരക്കണക്കിന് പ്രവർത്തകർ അവരെ ഞങ്ങൾ മുന്നിലല്ല നോക്കുന്നത്, അവരെ ഞങ്ങൾ പുറകിലിറക്കും. ഞങ്ങളെല്ലാം ഉണ്ടാവും മുമ്പിൽ. ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ട് ഞങ്ങളുടെ പുറകിലുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലം മൂന്നാംകിട കൊണ്ടുപോകാൻ ശ്രമിക്കരുത് എന്ന് മുന്നറിയിപ്പ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, നിങ്ങളുടെ പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ തെറ്റാണ്.
ഇത് തിരുത്തണം. ഇത് തിരുത്തിയില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നടത്താൻ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ ഈ സമരത്തിന്റെ നായകൻ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ പ്രവീൺകുമാർ, ഈ സമരത്തിന് ആത്മബലം നൽകാൻ, ഈ സമരത്തിന് ആത്മവിശ്വാസം പകരാൻ, ഈ സമരത്തിൽ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റയ്ക്കല്ല, കേരളത്തിലെ ജനാധിപത്യ പൊതുസമൂഹം മുഴുവൻ കൂടെയുണ്ട് എന്ന് ആത്മബലം പറയാൻ ദീർഘയാത്ര ചെയ്ത് ഇവിടെ എത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആദരണീയനും ബഹുമാന്യനുമായ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രീ പി എൻ നിയാസ്, ശ്രീ കെ സി അബു സാഹിബ്, പ്രിയപ്പെട്ട ശ്രീ ബാലനാരായണൻ, പ്രിയപ്പെട്ട ശ്രീ NS, ബഹുമാന്യരും ആദരണീയരുമായ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, എനിക്ക് സമാധാനപരമായിട്ട് ഈ മാർച്ച് കുഴപ്പമുണ്ടാക്കാൻ പോലീസ് ആഗ്രഹിക്കാം. അതിന് ബലം നൽകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞാനൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമുണ്ട്. ആ നയം സഹകരണ ബാങ്ക് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുക, പകരം സ്വന്തം പ്രവർത്തകന്മാരെ BJPക്ക് കൈമാറുക. ഈ നയവുമായി മുന്നോട്ട് പോകുന്ന CPM-നോട് പറയുന്നു, നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും ഒരു തർക്കം വേണ്ട. ചേരായി ഒരു ബാങ്ക് ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യ സംബോധന സമരത്തിന്റെ കൂടും പാവം പകർന്ന മണ്ണിൽ നിന്ന്, ഐക്യനാടക സംഘത്തിൽ നിന്ന് ആ ബാങ്കിനെ അങ്ങ് കൈകൊള്ളിലെടുത്ത് അമ്മാനമാണെന്ന് പിടിച്ചു